ഈ LDF സർക്കാരിൻ്റെ ഓരോരോ കുഴപ്പങ്ങളും ഒരു പ്രശ്നങ്ങളും അഴിമതിയും എല്ലാം നിങ്ങൾ കണ്ടും മടുത്തു പോയ ഈ സർക്കാരിനെ മാറ്റിയിട്ട് നമുക്കൊരു പുതിയ ഒരു UDF ഭരണം കൊണ്ടുവരണം. എന്തുകൊണ്ട്? കാരണം ഈ 10 വർഷക്കാലം അവർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയെ മഹാമോശമാക്കിയിട്ട് ഒരു ദയനീയ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ശ്രീ PJ കുര്യൻ ഉറപ്പായിട്ട് വായിച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പ് നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് ഇറങ്ങി. എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് നോക്കിയിട്ട് അവരെങ്ങനെയാണ് അവരുടെ സമ്പാദിക സ്ഥിതി മാനേജ് ചെയ്യണം നോക്കിയിട്ട് 18 മേജർ സ്റ്റേറ്റ്സിനെ ഒരു റാങ്കിങ് ചെയ്തതിൽ കേരള 15ാമത്തെ സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇത്ര മോശമാണ് നമ്മുടെ സർക്കാരിൻ്റെ കഴിവില്ലായ്മ. സെപ്റ്റംബർ മാസം അവർക്ക് കാശില്ല. ഓണം ബോണസും കൂടി അവർ വീണ്ടും കടമെടുത്തിട്ടാണ് അവർ കൊടുക്കുന്നത്. ഈ കേരള മോഡലിനെ പോയിട്ട് ഒരു കടത്തിൻ്റെ മോഡലാക്കി മാറ്റി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടത്തിൽ മുങ്ങിച്ചു. അവർക്ക് ഇപ്പോൾ കടത്തിൻ്റെ പലിശയും പെൻഷനിലും വികസനത്തെക്കാട്ട് 2-3 ഇരട്ടി എല്ലാ വർഷവും ചെലവാക്കുന്നുണ്ട്. എങ്ങനെ ഈ സംസ്ഥാനം നന്നാവും? എങ്ങനെയാണ് അവർ ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും? അവർക്ക് എല്ലാ വിധത്തിലും ഒരു മാർഗമില്ലെങ്കിൽ, വികസനത്തിന് വേണ്ടി ചെലവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്കിതിനൊന്നും ഒരു പരിഹാരമില്ല. നമ്മളെ ഇങ്ങനെ ഈ സ്ഥിതിയിൽ എത്തിച്ച ഈ LDF സർക്കാരിനെ നമ്മൾക്ക് മാറ്റാൻ വലിയൊരു അത്യാവശ്യമാണ്. അതിൻ്റെ ഒപ്പം പുതിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയുന്ന ഒരു കാരണമാണ് നമ്മളുടെ യുവ മലയാളികളൊക്കെ ഈ സംസ്ഥാനവും ഈ നാടും വിട്ടിട്ട് അന്യ സംസ്ഥാനങ്ങൾക്കും അന്യ രാജ്യങ്ങൾക്കും മാറിപ്പോകുന്നു. എന്താ കാരണം? അവർക്ക് ഇവിടെ തൊഴിലവസരങ്ങളില്ല, അവരിവിടെ ജോലി സാധ്യതകൾ കാണുന്നില്ല. പഠിക്കാൻ കൂടി അവിടെ യൂണിവേഴ്സിറ്റീസ് നല്ല സബ്ജക്റ്റുകളില്ല. 21ാം നൂറ്റാണ്ടത്തെ സാധ്യതകൾക്ക് വേണ്ടി അവർക്ക് കേരളം വിടാനുള്ള ആഗ്രഹമാണ്. അങ്ങനെ ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. ഞാൻ MP ആയ ശേഷം പല കോൺവൊക്കേഷനിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പ്രൈസുകളൊക്കെ കൊടുക്കുമ്പോൾ, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ നിങ്ങൾ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു നല്ല എണ്ണം വേറെ സംസ്ഥാനങ്ങളോ വേറെ രാജ്യങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ആൾക്കാരോട് ചോദിക്കും സമയം കിട്ടുമ്പോൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഒരു ചെറുപ്പക്കാരനെ മുഖത്ത് നോക്കി നേരിട്ട് പറഞ്ഞു, സാറേ എനിക്ക് എന്താ ഉള്ളത് കേരളത്തിൽ? നിങ്ങളുടെ സംസ്ഥാനം ഒരു ഓൾഡ് ഏജ് ഹോം അല്ലേ എന്ന് ചോദിച്ചു. ഞാനത് കേട്ടപ്പോൾ ദുഃഖം തോന്നി. പക്ഷേ 2 കാര്യങ്ങൾ അതെന്ന് മനസ്സിലാക്കി. ഒന്ന്, നമ്മളുടെ യുവ മലയാളികളെ ഇവിടെ തന്നെ നിലനിർത്താൻ നമ്മൾക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, പുതിയ സാധ്യതകൾ നമ്മൾ സ്ഥാപിക്കണം. അതിന് ഞങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്. രണ്ടാമത്തത്, നമ്മൾ പ്രായമുള്ളവർ സംസ്ഥാനം തന്നെയാണ്. ഇന്ത്യ മുഴുവൻ ഏത് സംസ്ഥാനം നോക്കിയാലും 12% പേരാണ് 60 വയസ്സിനെക്കാട്ട് കൂടുതൽ. കേരളത്തിൽ 20% പേര് 60 വയസ്സിനെക്കാട്ട് കൂടുതലാണ്. ഇപ്പോൾ പ്രായമുള്ളവർ സംസ്ഥാനമാണ്. അതിനെയും നമ്മൾ വിലയിരുത്താൻ സാധിക്കും. നമ്മൾ ജനങ്ങളോട് പറയണം, കേരളത്തിൽ നിങ്ങൾ പ്രായമാകുമ്പോൾ കേരളമാണ് വന്ന് ജീവിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ നന്നായി നോക്കുക. നമ്മുടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു പുതിയൊരു വകുപ്പ് സീനിയർ സിറ്റിസൻസിനെ നോക്കാൻ വേണ്ടിയിട്ട്. അവരോരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ മെഡിക്കൽ കോളേജും ജെറിയാട്രിക് സ്റ്റഡീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുറന്ന് നേഴ്സുമാരെ ജെറിയാട്രിക് ട്രെയിനിങ് കൊടുത്ത് പ്രായമുള്ളവരെ സംരക്ഷിക്കാൻ ഒരു സംസ്ഥാനമായി മാറി വരട്ടെ കേരളം. പക്ഷേ അത് മാത്രം പോരാലോ, നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി ചെയ്യണമല്ലോ കാര്യങ്ങൾ. അതിന് ഞങ്ങളുടെ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്, എല്ലാ യുവാക്കളും ഒരു ബിസിനസ് ആരംഭിക്കാൻ ശ്രമിച്ചാൽ, സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ, ഞങ്ങൾ അവർക്ക് 5 ലക്ഷം പലിശരഹിതമായിട്ട് കൊടുക്കും. അത് അവരുടെ ഓരോരോ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഉദ്ദേശമാണ്, പുതിയ സബ്ജക്ട്സിന് വേണ്ടി നമ്മൾ യൂണിവേഴ്സിറ്റി തയ്യാറാവണം. യൂണിവേഴ്സിറ്റി കോഴ്സസും കരിക്കുലം നമ്മൾ മാറ്റിയിട്ട് നമ്മളുടെ എംപ്ലോയേഴ്സിനോട് സംസാരിച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവേണ്ടത്, എന്താ അവർ പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരഭിപ്രായം കൂടി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഓരോരോ മേഖലയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ മേഖലകളിൽ ബിസിനസ്സിനെ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കും. നമ്മൾ നിർബന്ധിക്കുന്ന മാത്രമല്ല, അവർക്ക് പല കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കും, പല റെഗുലേഷൻസിനെ മാറ്റും. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നിട്ട് അവരുടെ പണം സംസ്ഥാനത്തിൽ സേഫ് ആയിരിക്കും, സുരക്ഷിതമായിരിക്കും എന്ന് പറയാൻ. ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള സ്പഷ്ടമായ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് പറയുന്നത്. ഏതൊക്കെ മേഖല, അത് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിങ്ങൾക്കറിയാം
റോബോട്ടിക്സ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇതൊക്കെ പുതിയ പുതിയ മേഖലകളാണ് 21-ാം നൂറ്റാണ്ടത്ത്. ബയോടെക്നോളജിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബയോജെനറ്റിക്സ് കൊണ്ടുവരണം. ഇത് കേരളത്തിൻ്റെ ജനറ്റിക് പൂളിനെ ഉപയോഗിച്ച് നമ്മൾക്ക് പല വിധത്തിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സ്പേസ് ടെക്നോളജി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കിയതിന് 3 മാസം മുമ്പ് സ്പേസിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാമെന്ന്. ഞാൻ പറയുന്നു, കേരളം അതിനെ സ്വീകരിച്ച് പിടിച്ചെടുക്കണം. കേരളത്തിൽ നമുക്ക് പുതിയ രീതിയിൽ സ്പേസിൽ വീണ്ടും 1-ാം നമ്പർ സംസ്ഥാനമാവണം. ഒരു കാലത്തിൽ തുമ്പയും VSSCയും ഒക്കെ കേരളത്തിലായിരുന്നു. ഇന്നും കൂടി ഇന്ത്യയിലെ ഏക ഒരു സ്പേസ് യൂണിവേഴ്സിറ്റി കേരളത്തിലാണ്. അത് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ഒപ്പം വേറെ പ്രവർത്തിക്കാൻ തയ്യാറായവർക്ക് വേണ്ടി സ്പേസ് ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പേസ് നാനോ സാറ്റലൈറ്റ് ലോഞ്ചുകൾ, ജെറ്റ് പ്രൊപ്പൾഷൻ സിസ്റ്റംസ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങളെ കുറേ ലെക്ചർ അടിക്കുകയല്ല, നിങ്ങൾക്കോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്. ഈ നാടിനെ മെച്ചമാക്കാൻ, ഒരു മെച്ചപ്പെട്ട കേരളം കെട്ടാനാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്? കാരണം മറ്റേവർ നാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു ഭാവിയിലത്തെ ഒരു പുതു കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആകെ ഒരു മുന്നണി ഉണ്ടാവുന്നത് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അങ്ങനെ ഒരു പുതിയ ഒരു കേരളം നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടാകുമല്ലോ. നമ്മളുടെ എല്ലാ വിധത്തിലും വികസനം ചെയ്യാൻ തയ്യാറായ ഒരു കേരള, നമ്മുടെ യുവാക്കൾക്ക് ജോലി സാധ്യതകൾ കൊടുക്കുന്ന ഒരു കേരള, നമ്മുടെ നാടിന് ഭാവിക്ക് വേണ്ടി എപ്പോഴും നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണി ആവശ്യമുണ്ട്. അതാണ് ഐക്യജനാധിപത്യ മുന്നണി. അതുകൊണ്ട് നിങ്ങൾ ഇതിനെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ വർഗീസ് മാമനെ നിങ്ങൾ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ പല സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് വരുന്ന എനിക്ക് ഒരു സംശയവുമില്ല. എന്നിട്ട് നമ്മൾ ശക്തമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ എല്ലാ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ കൊടുത്തിട്ട് ഒരു പുതു കേരള, ഒരു മെച്ചപ്പെട്ട കേരള സ്ഥാപിക്കും. അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. അതിൻ്റെ ഒപ്പം രാഹുൽ ഗാന്ധി 2 ആഴ്ച മുമ്പ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മഹിളകൾക്ക് പ്രത്യേകിച്ച് ഒരു ചിന്തയുണ്ട് നമ്മുടെ ഭാഗത്ത്. എല്ലാ മഹിളയ്ക്കും സൗജന്യ ബസ് യാത്ര KSRTCയിൽ എല്ലാവിടെയും കേരളത്തിൽ. അതിനൊപ്പം വിദ്യാർത്ഥിനികൾക്ക് ഒരു 1000 രൂപ അവർ പഠിപ്പിൻ്റെ ഒപ്പം അവരെ സഹായിക്കാൻ. ഇതെല്ലാം ചെയ്യുന്നത് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട്. എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം 14 ജില്ലയിലും ജനസമ്പർക്കം പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു വേദിയിൽ കണ്ടിട്ട് ചോദിച്ചു, ചേട്ടാ ഒന്ന് പറയൂ, നിങ്ങൾ 14 ജില്ലയിലും ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടു, എന്താണ് ജനങ്ങളുടെ മനസ്സിൽ ആവശ്യമുള്ളത്, എന്താണ് മലയാളികൾ നിങ്ങളോട് ചോദിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ, ഒരു സംശയം വേണ്ട, ഭൂരിപക്ഷം ആൾക്കാരുടെ മനസ്സിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാ മലയാളി കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരാൻ പോകുന്നത്. ആർക്കും ആരോഗ്യ പ്രശ്നം വന്നിട്ട് അവർ വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ദാരിദ്ര്യത്തിൽ വീഴാനുള്ള ആവശ്യം ഉണ്ടാവരുത്. അതാണ് നമ്മളുടെ വിശ്വാസം. ഇതെല്ലാം ചെയ്യാൻ ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് നമ്മളുടെ ഐക്യജനാധിപത്യ മുന്നണി.